ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ മൃതദേഹം ഇപ്പോൾ കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം കൊല്ലത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഭർത്താവ് ക്രൂരമായ പീഡനത്തെ തുടർന്നാണ് അതുല്യ ജീവനൊടുക്കിയത്. ഭർത്താവ് കഴിഞ്ഞ ഏറെ നാളുകളായി നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്നുള്ള അതുല്യയുടെ ശബ്ദ സന്ദേശവും അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് നിതീഷിനെതിരായ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേസ് സമഗ്രമായി തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിച്ചു എന്നുള്ള വിവരമാണ് നേരത്തെ രാജ്കുമാർ പങ്കുവച്ചത്. വലിയ പ്രതീക്ഷയോടുകൂടി കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകുന്ന സ്ത്രീകൾ മരിക്കുകയും ആത്മഹത്യയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങൾ ദൈനംദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകണമെന്നൊരാവശ്യം സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനങ്ങളാണ് പലപ്പോഴും ഇത്തരം ആത്മഹത്യകളിലേക്കും കൊലപാതകങ്ങളിലേക്കും എത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ കർശനമായ നടപടികൾ ആവശ്യപ്പെടുകയാണ്. നിയമത്തിൻ്റെ കുറവല്ല, എല്ലാ നിയമങ്ങളും ഉണ്ട് എങ്കിൽ പോലും മനുഷ്യർ പണത്തോടുള്ള സ്വർണത്തോടുള്ള ആർത്തി കൂടുകയും പെൺവീട്ടുകാരോട് കൂടുതൽ പണവും സ്വർണവും ആവശ്യപ്പെടുകയും അത് നൽകാൻ കഴിയാത്തവരെ നിരന്തരമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇനിയുള്ള നടപടികൾ? പ്രതീക്ഷയോടെയാണ് ഇവിടെ ഈ കുടുംബം ഈ അതുല്യെ ഈ സതീഷിനെ വിവാഹം ചെയ്ത് നൽകിയതും. ആദ്യം പലവട്ടം ഇതിനു മുമ്പ് ഇവര് തങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നെല്ലാം കുടുംബം തന്നെ ഇടപെട്ട് പെൺകുട്ടിയൊക്കെ മകളായി ഇവർക്ക് ഇവര് ഈ ഇത് വിലാപമാണ് ഏറ്റവും സഹിക്കാൻ കഴിയാത്തത്. മകളെ പ്രതീക്ഷയോടെ വിദേശത്തേക്ക് ഈ ഭർത്താവിനൊപ്പം അയച്ചതാണ്. ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം ഈ അതുല്യയ്ക്ക് പിറന്നാളാഘോഷമായിരുന്നു, 30ാം പിറന്നാളായിരുന്നു. അന്നത്തെ പിറ്റേ ദിവസം ജോലിക്ക് പോകാനിരുന്ന യുവതിയാണ് ഇപ്പോൾ ചേതനയേറ്റ മൃതശരീരമായി ഷാർജയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇപ്പോൾ കൊല്ലത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും ഒരു സങ്കടക്കടലായി ഈ പ്രദേശമാകെ മാറിയ ഒരു സാഹചര്യം. കുടുംബം കൂട്ടത്തോടെ നാട്ടുകാരുൾപ്പെടെ അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതുല്യയുടെ വിയോഗം. ഇത്ര നല്ല ഒരു പെൺകുട്ടി, സ്വഭാവിയായ ഒരു പെൺകുട്ടി, ഓരോ നിമിഷവും ഇയാളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെ സന്ദേശങ്ങൾ അയച്ച് എനിക്ക് ഒരു സെക്കൻഡ് പോലും എനിക്ക് ജീവിക്കാൻ വയ്യ, ഈ നിലയിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞ ഒരു യുവതി കൂടിയായിരുന്നു അതുല്യ. അതുല്യയുടെ വേദനയേറ്റ ശരീരമാണ് ഇപ്പൊ ഈ അതുല്യ ഭവന്റെ മുന്നിൽ അപ്രതീക്ഷിതമായി ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ ഉടൻ ആരംഭിക്കും. ഏതാനും 1 മണിക്കൂറിനുള്ളിൽ തന്നെ അന്ത്യകർമ്മങ്ങൾ പൂർത്തീകരിച്ച് ഈ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം.